എഞ്ചിനെ കുറിച്ച് പറയുകയാണെങ്കിൽ രണ്ട് രീതിയിൽ എഞ്ചിൻ അവൈലബിൾ ആണ്. ഒരു ഡീസൽ എഞ്ചിനും ഒരു പെട്രോൾ എഞ്ചിനും ഔട്ട്പുട്ടും നമുക്ക് ലഭിക്കും. എനിക്ക് പേഴ്സണലി ഭയങ്കര ഇഷ്ടപ്പെട്ടു. നമുക്ക് വീഡിയോയിൽ എത്ര എഫക്റ്റ് ചെയ്യാമെന്ന് മനസ്സിലാവില്ല. വേൾഡിൽ തന്നെ ആദ്യമായിട്ട് യൂസ് ചെയ്ത ടെക്നോളജിയാണ് ഈ ഒരു XUV 7X. ഇഷ്ടപ്പെടുത്തിൻ്റെ ബോഡി ഡിസൈനാണ്. കാരണം എവിടെ നോക്കിയാലും ഒരു SUV ഫീൽ നമുക്ക് ലഭിക്കും. ഒരു ബൾക്കേ നിൽക്കുന്ന ഒരു ശരിക്കും ഒരു മഹീന്ദ്രയുടെ ജനപ്രിയ മോഡലായ ഏറ്റവും കൂടുതൽ ഫാൻസിലൊരു മോഡലായ ഒരു ഇറ്റ്സ് മഹീന്ദ്ര XUV 700. ഇന്നത്തെ ഇവിടെ എൻ്റെ കൂടെ ഉള്ളത് മഹീന്ദ്ര XUV 700 ഏറ്റവും പുതിയ മോഡലായ ഫേസ് ലിഫ്റ്റ് അപ്ഡേഷൻ മോഡലാണ് എൻ്റെ കൂടെ ഉള്ളത്, മഹീന്ദ്ര 7XO. ഇതിൽ ഒരുപാട് ഫീച്ചേഴ്സ് ഉള്ള ഒരു മോഡലായിട്ടാണ് മഹീന്ദ്ര ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത്. ബെസ്റ്റ് ഇൻ സെഗ്മെൻറ്റ്, ഫസ്റ്റ് ഇൻ സെഗ്മെൻറ്റ്, ഒരുപാട് ഫീച്ചേഴ്സ് ഉള്ള ഒരു മോഡലാണ് ഒരു മഹീന്ദ്ര 7XO. അപ്പോൾ നമുക്കൊന്ന് അടുത്ത് പരിചയപ്പെടാം എന്തൊക്കെ ഫീച്ചേഴ്സ് വരുന്നുണ്ട്, എന്തൊക്കെ മാറ്റങ്ങളാണ് വന്നുള്ളത്, ജസ്റ്റ് നോക്കിയിട്ട് വരാം. എല്ലാവർക്കും നമ്മൾ പുതിയ വീട്ടിലേക്ക് ഹൃദ്യമായ സ്വാഗതം. സോ ഗായ്സ്, അപ്പോൾ ഇതാണ് നമ്മൾ പറഞ്ഞ മഹീന്ദ്ര XUV 7XO മോഡൽ. ഈ ഒരു 7XOനെ കുറിച്ച് പറയുന്ന സമയത്ത് അല്ലെങ്കിൽ ഒരു XUVനെ കുറിച്ച് പറയുന്ന സമയത്ത് എനിക്ക് പേഴ്സണലി ഒരുപാട് ഇഷ്ടപ്പെട്ട മോഡലാണ് മഹീന്ദ്ര XUV. ഒന്നതിൻ്റെ ഡ്രൈവിംഗ് പെർഫോമൻസ് ആണെങ്കിലും അതിൻ്റെ ഒരു ഫീച്ചേഴ്സ് ആണെങ്കിലും കംഫർട്ട് ആണെങ്കിലും ഒരുപാട് ഇഷ്ടപ്പെടുന്നൊരു മോഡലാണ് XUV. ശരിക്കും ഒരു SUV ഫീൽ ലഭിക്കുന്ന രീതിയിലാണ് ഈ ഒരു മോഡൽ ഡിസൈൻ ചെയ്തത്. അതുപോലെ തന്നെ ഈ ഒരു മെയിൻ ഹൈലൈറ്റ് ചെയ്യുന്നത് അതിൻ്റെ ഒരു കമാൻഡിങ് പൊസിഷനിലെ സീറ്റിംഗ് ആണ്. ആരായാലും ഇഷ്ടപ്പെടുന്ന രീതിയിലാണ് ഇതിൻ്റെ ഒരു സീറ്റിംഗ് ആണെങ്കിലും അതിൻ്റെ ഒരു ബോഡി ഡിസൈൻ ചെയ്തിട്ടുണ്ട്. സോ ഇതാണ് ഓവറോൾ ഇതിൻ്റെ ഒരു എക്സ്റ്റീരിയർ വ്യൂ വരുന്നത്. ഒരുപാട് പേര് ഇഷ്ടപ്പെടുന്ന ഒരു മോഡലും കൂടിയാണ് മഹീന്ദ്ര XUV. സോ സ്ട്രൈറ്റ് അവേ XUV 7Xൻ്റെ ഫ്രണ്ട് പ്രൊഫൈലിൽ നിന്ന് നമുക്ക് കണ്ടു തുടങ്ങാം. സോ ഇതാണ് ഓവറോൾ ഏറ്റവും പുതിയ ഫേസ് ലിഫ്റ്റിൽ അപ്ഡേഷൻ ഫ്രണ്ട് പ്രൊഫൈൽ എന്നുള്ളത്. ഫ്രണ്ടിൽ നമുക്ക് മഹീന്ദ്രയുടെ വലിയൊരു ലോഗോ കൊടുത്തിട്ടുണ്ട്. അത് ക്രോം പ്ലേറ്റിങ്ങിൽ ലോഗോ ഡിസൈൻ ചെയ്തത്. അതിൽ 360 ഡിഗ്രി ക്യാമറ സപ്പോർട്ട് ഫ്രണ്ടിൽ കൊടുത്തിട്ടുണ്ട്. ഫുള്ളി പിയാനോ ബ്ലാക്ക് ഫിനിഷിലെ ഗ്രിൽ യൂണിറ്റ് ഡിസൈൻ ചെയ്തത് എനിക്ക് പേഴ്സണലി ഭയങ്കര ഇഷ്ടപ്പെട്ടു ആ ഒരു ഗ്രിൽ യൂണിറ്റ്. അതുപോലെ നമുക്കിവിടെ ധാരാളം എലമെൻറ്റ്സും കൊടുത്തിട്ടുണ്ട്. സോ ഈ നേരെ ഹെഡ് ലാമ്പ് സെക്ഷൻ നോക്കുകയാണ്. പ്രൊജക്റ്റൽ LED ലാംപ്സ് അതിൽ കൊടുത്തിട്ടുണ്ട്. നേരത്തെ മോഡൽ കണ്ട പോലെ C ഷേപ്ഡ് DRലും കൂടി ഒരു മോഡലിൽ വന്നിട്ടുണ്ട്. സീക്വേഷൻ 10 ഇൻഡിക്കേറ്റേഴ്സ് ആണ് കൊടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ നമ്മൾ മുന്നത്തെ മോഡൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു 80 km സ്പീഡിൻ്റെ പോവുകയാണെങ്കിൽ നമുക്ക് ഹെഡ്ലൈറ്റ് ബൂസ്റ്റ് ആവുന്നു. ആ ഒരു ഫീച്ചർ ഇപ്പോഴും ഇതിൽ നിലനിൽക്കുന്നുണ്ട്. അല്ല ഓട്ടോ സെൻസർ വൈപ്പേഴ്സും ഓട്ടോ ഹെഡ് ലാംപ്സും കൂടിയാണ് ഫ്രണ്ടിൽ കൊടുത്തിട്ടുള്ളത്. നേരെ താഴെ ഐസ് ക്യൂബ് ഫോഗ് ലാംപ്സ് കൊടുത്തിട്ടുണ്ട്. ഇത് ഒന്ന് നോർമൽ ഫോഗ് ലാമ്പ്, ഒന്ന് കോർണറിങ് ലാംപ്സും കൂടിയാണ് ഇതിൽ കൊടുത്തിട്ടുള്ളത്. അതുപോലെ ഡുവൽ ബമ്പേഴ്സും നമുക്കവിടെ കാണാൻ സാധിക്കും. അതുപോലെ തന്നെ ലെവൽ 2 അഡാസ് ഫീച്ചേഴ്സും ഈ ഒരു XUV 7XOയിൽ വന്നിട്ടുണ്ട്. നമുക്ക് ബോണറ്റിലും ധാരാളം ക്യാരക്ട് ലൈൻസും കടത്തുന്നുണ്ട്. അതിൻ്റെ ക്യാമറ യൂണിറ്റ് ഇവിടെ കൊടുത്തിട്ടുണ്ട് അഡാസിൻ്റെ. സോ ഇതാണ് ഓവറോൾ ഇതിൻ്റെ ഒരു ഫ്രണ്ട് പ്രൊഫൈൽ വന്നുള്ളത്. എനിക്ക് മെയിനായിട്ട് ഇഷ്ടപ്പെടുന്നത് ആ ഒരു ഹെഡ് ലാമ്പ് യൂണിറ്റാണ്. കണ്ടോ, ഭയങ്കര ഒരു സ്പോർട്ടി അപ്പീൽ ലഭിക്കുന്ന രീതിയിലാണ് ഇതിൻ്റെ ഹെഡ് ലാമ്പ് യൂണിറ്റ് ഡിസൈൻ ചെയ്തത്. സോ ഈ നേരെ സൈഡ് പ്രൊഫൈലായിട്ട് വരികയാണെങ്കിൽ സോ ഇതാണ് ഓവറോൾ ഇതിൻ്റെ ഒരു സൈഡ് പ്രൊഫൈൽ വന്നുള്ളത്. 19 ഇഞ്ച് വീൽസാണ് ഈ ഒരു സൈഡ് പ്രൊഫൈൽ വീൽസിന് കൊടുത്തുള്ളത്. അതുപോലെ ഡുവൽ ടോൺ കളറാണ് അലോയ് വീൽ ഡിസൈൻ ചെയ്തത്. 4 വീൽ ഡിസ്ക് ബ്രേക്കാണ് സ്റ്റാൻഡേർഡ് കൊടുത്തുള്ളത്. അതുപോലെ നമുക്ക് വീൽ ആർച്ചസ് കാണാൻ സാധിക്കും. SUV ക്ലാഡിങ് അതൊരു പിയാനോ ബ്ലാക്ക് ഫിനിഷിലാണ് കൊടുത്തിട്ടുള്ളത്. സോ ഇതാണ് അവൾക്കിൻ്റെ ഒരു സൈഡ് പ്രൊഫൈൽ. സൈഡിൽ നമുക്ക് ധാരാളം മാറ്റങ്ങളൊന്നും പറയാൻ സാധിക്കില്ല. ഇതിൻ്റെ അലോയ് ഡിസൈൻ മാറിയിട്ടുണ്ട്. പിന്നെ കുറച്ച് മാറ്റങ്ങൾ അതിൻ്റെ സൈഡ് പ്രൊഫൈൽ വന്നിട്ടുള്ളത്. പിന്നെ ഫ്ലഷിംഗ് ടൈപ്പ് ഡോർ ഹാൻഡിൽസ് ആണ് കൊടുത്തിട്ടുള്ളത്. കണ്ടോ, ഫ്ലഷിംഗ് ടൈപ്പ് ഡോർ ഹാൻഡിൽസ് ആണ് കൊടുത്തിട്ടുള്ളത്. പോപ്പപ്പ് ആയി വരുന്ന രീതിയിലാണ് ഇതിൻ്റെ ഡോർ ഹാൻഡിൽ ഡിസൈൻ ചെയ്തിട്ടുള്ളത്. സൈഡ് വ്യൂ മിറർ കൊടുത്തിട്ടുണ്ട്. 10 ഇൻഡിക്കേറ്ററും 360 ഡിഗ്രി ക്യാമറ സപ്പോർട്ടും കൊടുത്തിട്ടുണ്ട്. ഫുള്ളി പിയാനോ ബ്ലാക്ക് ഫിനിഷിലാണ് ഇതിൻ്റെ ഒരു മിറേഴ്സ് യൂണിറ്റ് ഡിസൈൻ ചെയ്തത്. ഒരു കവർ പോർഷൻ ഫുള്ളി പിയാനോ ബ്ലാക്ക് ഫിനിഷാണ് കൊടുത്തിട്ടുണ്ട്. പിന്നെ റൂഫ് റെയിൽ കാണാൻ സാധിക്കും. ഒരു പാനോറമിക് സൺ റൂഫും കൊടുത്തിട്ടുണ്ട്. സോ ഇതാണ് അവർക്ക് ഒരു സൈഡ് പ്രൊഫൈൽ വരുന്നത്. ഈ ഒരു പോർഷൻ നോക്കുകയാണെങ്കിൽ എക്സാക്ട്ലി 700 സെയിം ആയിട്ടാണ് ഈ ഒരു സൈഡ് പോർഷൻ കൊടുത്തിട്ടുള്ളത്. കണ്ടോ, ഫ്രണ്ടിൽ പറഞ്ഞ സെയിം വീലാണ് ബാക്കിലും കൊടുത്തിട്ടുള്ളത്. ബാക്കിലും 19 ഇഞ്ച് ഡിസ്ക് ബ്രേക്കാണ് കൊടുത്തിട്ടുള്ളത്. സോ ഇതാണ് ഓവറോൾ ഇതിൻ്റെ ഒരു ബാക്ക് പ്രൊഫൈൽ വരുന്നത്. ബാക്കിൽ മെയിൻ ഹൈലൈറ്റ് ആയിട്ട് പറയുന്നത് ആ ഒരു ടൈൽ ലാംപ്സിനെ കുറിച്ചാണ്. കണ്ടോ, ഒരു സ്മോക്കി ടൈൽ ലാംപ്സാണ് ഈ ഒരു വാഹനത്തിൽ കൊടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ ഒരു ക്ലിയറൻസും കൂടി കൊടുത്തിട്ടുണ്ട്. കാരണം മുന്നത്തെ മോഡൽ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ കുറച്ചും കൂടി സ്പോർട്ടി ഫീലാണ് ആ ഒരു ടൈൽ ലാംപ്സ് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. മഹീന്ദ്ര വലിയൊരു ലോഗോ കൊടുത്തിട്ടുണ്ട്. ഡിഫോക്ക് ലൈൻസ്, അതിൽ റിയർ വൈപ്പേഴ്സ്, ഹൈമോൺ സ്റ്റോപ്പ് ലാമ്പ്, ഷാർഫിൻ ആൻറ്റിനി, അതുപോലെ ഇൻബിൽഡ് സ്പോയിലർ യൂണിറ്റും നമുക്കിവിടെ കാണാൻ സാധിക്കും. നേരെ താഴെ XUV 7XO ബാഡ്ജിങ് കൊടുത്തിട്ടുണ്ട്.
AX7L എന്ന് പറയുന്ന ഫുൾ ഓപ്ഷൻ്റെ ബാഡ്ജിങ് ആണ് അവിടെ കൊടുത്തുള്ളത്. നേരെ താഴോട്ട് വരികയാണെങ്കിൽ ഇവിടെ നമുക്ക് പാർക്കിംഗ് സെൻസേഴ്സ് കാണാൻ സാധിക്കും. അതുപോലെ ടച്ചബിൾ ആയിട്ടുള്ള ഒരുപാട് എലമെൻസും നമ്മുടെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഒരു ഗൺ മെറ്റാലിക് ഫിനിഷിലാണ് ഇതിൻ്റെ ഒരു ബമ്പേഴ്സ് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. റിഫ്ലക്ഷൻ യൂണിറ്റും നമുക്കിവിടെ കൊടുത്തിട്ടുണ്ട്. താഴെയാണ് സ്പെയർ വീല് വന്നിട്ടുണ്ട്. കണ്ടോ, സ്പെയർ വീലാണ് കൊടുത്തത്. നമുക്കിത് ഡീസലാണ് കാരണം സിംഗിൾ എക്സോ സ്റ്റിപ്പ്. ഇപ്പോൾ പെട്രോൾ എടുക്കുന്ന സമയത്ത് ഡുവൽ എക്സോ സ്റ്റിപ്പ് കിട്ടുന്നതാണ്. സോ ഇതാണ് ഓവറോൾ ഇതിൻ്റെ ഒരു ബാക്ക് പ്രൊഫൈൽ വന്നുള്ളത്. സോ ഇതാണ് ഇതിൻ്റെ ഒരു കീ വന്നുള്ളത്. കീ നമ്മൾ B6-ലും അതുപോലെ XCV9-ലും കണ്ട സെയിം കീ ആണ് ഇപ്പോൾ നമ്മൾ 7XO വന്നുള്ളത്. കീ കണ്ടോ, ഒരു പ്രത്യേക ഡിസൈൻ ചെയ്ത കീ ആണ് കൊടുത്തിട്ടുള്ളത്. അല്ല, കീയിൽ ബട്ടൺസ് നോക്കുകയാണെങ്കിൽ ലോക്കും അൺലോക്കും ടേലിഗേറ്റ് ഓപ്പൺ ആകുന്ന സിസ്റ്റംസ് ആണ് ഇതിൽ കൊടുത്തത്. ടേലിഗേറ്റ് മീൻസ് നമ്മൾ ഈ ബൂട്ടിലിട്ട് ഓപ്പൺ ആവുന്ന സിസ്റ്റംസ് ആണ് കീയിൽ കൊടുത്തത്. ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഓപ്പൺ ആവും. ഇത് മാനുവലി ഓപ്പൺ ചെയ്യുന്ന ഒരു ടെയിൽ ഗേറ്റ് ആണ് ഇതിൽ കൊടുത്തിട്ടുള്ളത്. ശരിക്കും ഇതിനൊരു ഇലക്ട്രോണിക്കലി ടെയിൽ ഗേറ്റ് കൊടുക്കാമായിരുന്നു. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായം ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്ത് പറയാം. ഈ ഒരു ഇത്രയും വേർത്തായിട്ട് പ്രൈസിൽ ഇതൊരു മിസ്സിങ് പോയിന്റ് ആണ്, ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്തിട്ട് പറയാം. സോ ഇനി ബൂട്ട് സ്പേസിനെ കുറിച്ച് പറയുന്ന സമയത്ത് 7 സീറ്റുള്ള കാരണം ചെറിയൊരു ബൂട്ട് സ്പേസാണ് കൊടുത്തിട്ടുള്ളത്. ടൂൾ കിറ്റ് കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ റീഡിങ് ലാമ്പും കൊടുത്തിട്ടുണ്ട്. നമുക്ക് സീറ്റ് ഫോൾഡ് ചെയ്യാൻ സാധിക്കും. ഇതിനകത്തൊരു ലിവർ ഉണ്ട്. ജസ്റ്റ് ഒന്ന് പുള്ളി ചെയ്ത് കഴിഞ്ഞാൽ കാണിച്ചു തരാം. സീറ്റാണ്ട് ഫോൾഡ് ചെയ്യാൻ സാധിക്കും. ഇതിനകത്തും ലിവർ ഉണ്ട്. ഇത് ജസ്റ്റ് പുള്ളി ചെയ്ത് കഴിഞ്ഞാൽ ഇതിപ്പോൾ ഓവറോൾ പുള്ളി ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഏകദേശം 240 ലിറ്ററിൻ്റെ ബൂട്ട് കപ്പാസിറ്റി നമുക്ക് ലഭിക്കുന്നതാണ്. നമുക്കിവിടെ AC കൺട്രോൾസും കാര്യങ്ങളും കാണാൻ സാധിക്കും. AC വെൻറ്റുകളും ഇവിടെ കൊടുത്തിട്ടുണ്ട്. സോ നമുക്ക് നേരെ ഇത് റിക്ലേ ചെയ്യാം. ഭയങ്കര സിമ്പിളാണ് കേട്ടോ. അതുപോലെ തന്നെ നമുക്കിതിൽ 7 സീറ്റർ ആയിട്ടും 6 സീറ്റർ ആയിട്ട് നമുക്ക് അവൈലബിൾ ആണ് 7XO എന്ന് പറയുന്ന മോഡൽ. അതുപോലെ തന്നെ മാനുവൽ ക്ലോസ് ചെയ്യുന്ന ടെയിൽ ഗേറ്റ് സിസ്റ്റം. എനിക്കിതിൽ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുത്തിയിട്ടുണ്ട് ബോഡി ഡിസൈനാണ്. കാരണം എവിടെ നോക്കിയാലും ഒരു SUV ഫീൽ നമുക്ക് ലഭിക്കും. ഒരു ബൾക്കേ നിൽക്കുന്ന ഒരു ശരിക്കും ഒരു SUV ഫീൽ ലഭിക്കുന്ന രീതിയിലാണ് ഇതിൻ്റെ ഒരു XUV 7XO ഡിസൈൻ ചെയ്തിട്ടുള്ളത്. സോ ഇനി നമുക്ക് നേരെ ഇന്ത്യനെ കുറിച്ച് സംസാരിക്കാം. ഫസ്റ്റ് ഓഫ് ഓൾ പറഞ്ഞ പോലെ ഫ്ലക്ഷൻ ടൈപ്പ് ഡോർ ഹാൻഡിൽസ് ആണ് കൊടുത്തിട്ടുള്ളത്. വാവ്, ഒരു ഡുവൽ ടോൺ കളറിൽ അതിൻ്റെ ഒരു ഇൻറ്റീരിയർ ഡിസൈൻ ചെയ്തിട്ടുള്ളത്. ഫസ്റ്റ് ഓഫ് ഓൾ ഡോർ പാഡിനെ കുറിച്ച് പറയുന്ന സമയത്ത് ഒരു ഡുവൽ ടോൺ കളറിലാണ് ഒരു ഡോർ പാഡ് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ ഈ ഒരു എലമെൻറ്റ്സ് നിങ്ങൾ ഏതെങ്കിലും കാറിൽ കണ്ടിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്ത് പറയാം. ഏതെങ്കിലും ഡിസൈൻ ഈ ഒരു വെഹിക്കിൾ കണ്ടിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്ത് പറയാം. മെമ്മറി സീറ്റ് അഡ്ജസ്റ്റ്മെൻറ്റ്സും ഇലക്ട്രോണിക്കലി അഡ്ജസ്റ്റ് ചെയ്യുന്ന സീറ്റ്സും കൂടിയാണ് ഈ ഒരു 7XOക്ക് വന്നിട്ടുള്ളത്. ഏത് പോർഷനാണെങ്കിലും നമുക്ക് ഇവിടെ ഇരുന്നിട്ട് അഡ്ജസ്റ്റ് ചെയ്യാൻ സാധിക്കും. അതുപോലെ നമുക്ക് ഡോർ ലോക്കും അൺലോക്കും കാണാൻ സാധിക്കും. പവറിൻ്റെ കൺട്രോൾസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ലോക്കും അൺലോക്കും മിറർ അഡ്ജസ്റ്റ്മെൻറ്റ്സ് ഫോൾഡിങ് യൂണിറ്റാണ് ഇവിടെ വന്നിട്ടുള്ളത്. പിന്നെ 16 ഹർമൻ കാർഡിൻ്റെ സ്പീക്കേഴ്സാണ് ഈ ഒരു 7XOക്ക് കൊടുത്തിട്ടുള്ളത്. നേരെ താഴെ ഒരു വാട്ടർ ബോട്ടിൽ ഹോൾഡറും കുറച്ച് സ്റ്റോറേജ് സ്പേസും കൊടുത്തിട്ടുണ്ട്. അംബ്രല ഹോൾഡറും ഇവിടെ കാണാനായിട്ട് സാധിക്കും. സോ ഇതാണ് ഇതിൻ്റെ ഒരു ഓവറോൾ ഡോർ പാഡ് വന്നിട്ടുള്ളത്. അതുപോലെ തന്നെ ഈ ഒരു കണക്റ്റ് ആയിട്ട് ഇതിലാണ് ഈ ഒരു ബ്രൗൺ ഫിനിഷ് കൊടുത്തിട്ടുള്ളത്. കണ്ടോ, ഇവിടെ നേരെ കണക്ട് ചെയ്ത ഡാഷ്ബോർഡിൽ തിരിച്ച് നേരെ ആ ഡോർ പാഡിൽ കയറി നിൽക്കുന്ന രീതിയാണ് ആ ഒരു ബ്രൗൺ ഫിനിഷ് കൊടുത്തിട്ടുള്ളത്. കണ്ടോ, അത് നേരെ ബാക്കിൽ ഡോർ പാഡിൽ കയറി നിൽക്കുന്ന രീതിയിലാണ് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. ഒരു കണക്റ്റഡ് ടൈപ്പ് നമുക്ക് എടുത്ത് പറയാൻ സാധിക്കും ആ ഒരു ഫിനിഷിനെ കുറിച്ച് പറയുന്ന സമയത്ത്. സോ ഇതിനകത്തേക്ക് കയറുകയാണെങ്കിൽ ഇവിടെ നമുക്ക് ട്രാഷൻ കൺട്രോൾ ഓഫ് ചെയ്യുന്ന ബട്ടൺ, ഹിൽ ഇസ്റ്റ് കൺട്രോൾ, അതുപോലെ ഐഡിൽ സ്റ്റാർട്ട് സ്റ്റോപ്പ്, ലെവൽ അഡ്ജസ്റ്റ്മെൻറ്റ്സും കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഒരു AC വെൻറ്റും കാണാനായിട്ട് സാധിക്കും. സോ ഇതാണ് ഓവറോളത്തിൻ്റെ ഒരു ഇൻറ്റീരിയർ വരുന്നത്. കണ്ടോ, വാവ്, എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് ഇതിൻ്റെ ഒരു സ്റ്റിയറിംഗ് വീലാണ്. ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് പുഷ് ബട്ടൺ, സ്റ്റാർട്ട് സ്റ്റോപ്പ് ബട്ടൺ ഇവിടെ കൊടുത്തിട്ടുള്ളത്. അതിൻ്റെ ഒരു ചെറിയൊരു ഭാഗം കൊടുത്തിട്ടുണ്ട്. ക്യൂട്ടായിട്ടുള്ള ചെറിയൊരു സ്വിച്ചാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. സോ സ്റ്റിയറിംഗ് വീല് പുതിയൊരു സ്റ്റിയറിംഗ് വീലാണ് കൊടുത്തിട്ടുള്ളത്. മഹീന്ദ്ര ലോഗോ കൊടുത്തിട്ടുണ്ട്. അതുപോലെ അഡാസ് ഫീച്ചേഴ്സ്, ക്രൂയിസ് മോഡ് കൺട്രോൾസ്, എല്ലാവിധ കൺട്രോൾസും ഈ ഒരു നോബിലാണ് കൺട്രോൾ ചെയ്യുന്നത്. അതുപോലെ ക്ലസ്റ്റർ കൺട്രോൾസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇത് മീഡിയ കൺട്രോൾ ബട്ടൺസ് ആണ് കൊടുത്തിട്ടുള്ളത്. ഫുള്ളി ഡിജിറ്റലായൊരു ക്ലസ്റ്റർ യൂണിറ്റ് കൊടുത്തിട്ടുള്ളത്. ധാരാളം ഇൻഫർമേഷൻ അറിയുന്ന ഒരു ക്ലസ്റ്റർ യൂണിറ്റാണ് കൊടുത്തിട്ടുള്ളത്. സ്പീഡോമീറ്റേഴ്സും RPM നമുക്ക് കാണാൻ സാധിക്കും. അതിൽ ഗിയർ പൊസിഷൻസും ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഹെഡ്ലൈറ്റ് കൺട്രോൾ, അതുപോലെ തന്നെ വൈപ്പർ കൺട്രോൾ ഇവിടെയും പ്ലേസ് ചെയ്യുന്നുണ്ട്. അതുപോലെ നമ്മൾ ഈ ഒരു സൈഡിലാണ് ബ്രൗൺ ഫിനിഷ് കൊടുത്തിട്ടുള്ളത്. സ്റ്റിയറിംഗ് വീലും എനിക്ക് പേഴ്സണലി ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഒരു ക്യൂട്ടായിട്ടുള്ള സ്റ്റിയറിംഗ് വീലാണ് കൊടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ മെയിൻ ഹൈലൈറ്റ് പറയുന്നത് ബേസ് മോഡൽ മുതൽ ഈ ഒരു 3 ഡിസ്പ്ലേസും നമുക്ക് വരുന്നുണ്ട്. ആ ഒരു സ്റ്റാൻഡേർഡ് ഫീച്ചർ നമുക്ക് എടുത്ത് പറയാൻ സാധിക്കും ആ ഒരു 3 ഡിസ്പ്ലേനെ കുറിച്ച് പറയുന്ന സമയത്ത്. ഏകദേശം
31.24 ഇഞ്ചിൻ്റെ ഒരു 3 ഡിസ്പ്ലേസാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഫസ്റ്റ് ഓഫ് ഓൾ ക്ലസ്റ്റർ യൂണിറ്റ്, സെൻട്രൽ കൺട്രോൾ ഇൻഫോടൈം സിസ്റ്റം, പാസഞ്ചറിന് ഇൻഫോടൈം സിസ്റ്റം, എന്നീ 3 ഡിസ്പ്ലേ യൂണിറ്റാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ധാരാളം ഫീച്ചേഴ്സ് ഉണ്ട്, ഒരുപാട് ഫീച്ചേഴ്സ് ഉള്ള ഒരു മ്യൂസിക് സിസ്റ്റം അല്ലെങ്കിൽ ഒരു ഇൻഫോടൈം സിസ്റ്റമാണ് ഇതിൽ കൊടുത്തിട്ടുള്ളത്. ധാരാളം ഇൻഫർമേഷൻസ് നമുക്ക് അറിയാൻ സാധിക്കും. കണ്ടോ, ഒരുപാട് ഇൻഫർമേഷൻ അറിയാൻ സാധിക്കും. അതിലൊരു ഇൻഫർമേഷൻ ആംബിയൻ ലൈറ്റ്, ഏകദേശം 1 മില്യൺ കളേഴ്സ് നമുക്കിതിൽ കൺട്രോൾ ചെയ്യാൻ സാധിക്കും. പല മോഡ്സും നമുക്ക് വരുന്നുണ്ട്. ഡ്രൈ മോഡ് വരുന്നുണ്ട്, അതിൽ സമ്മർ, സ്പ്രിങ്, മൺസൂൺ, അങ്ങനെ ഒരുപാട് മോഡ്സ് വരുന്ന. കണ്ടോ, ജസ്റ്റ് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കസ്റ്റമൈസ് ചെയ്യാൻ സാധിക്കും. കാരണം ഇതിൽ 1 മില്യൺ ലൈറ്റ്സ് നമുക്ക് വരുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ഇതിൽ 3 മോഡായിട്ട് ചെയ്യാൻ പറ്റും. ഡാഷ്ബോർഡിൽ വേണമെങ്കിൽ ഡാഷ്ബോർഡ് മാത്രമാക്കാം, അതിൽ റിയർ ഡോർസിൽ, ഫ്രണ്ട് ഡോറും നമുക്ക് 3ലും വേണമെങ്കിൽ വെക്കാനും സാധിക്കും. ആ രീതിയിലാണ് കൊടുത്തിട്ടുള്ളത്. ഇപ്പോൾ ജസ്റ്റ് കാണിച്ചു തരാം. ഇപ്പോൾ റെഡ് ഫിനിഷ്, ഇവിടെയൊക്കെ നമുക്ക് റെഡ് ഫിനിഷ് നമുക്ക് ഇതിൽ കാണാൻ സാധിക്കും. എവിടേക്കാണ് നമുക്ക് ആംബിയൻസ് ഉള്ളത് നമുക്ക് ഇതിൽ തന്നെ അറിയാൻ സാധിക്കും. കാരണം ഇവിടെ താഴെ കൊടുത്തിട്ടുണ്ട് ആംബിയൻസ്, പക്ഷെ നമുക്ക് അല്ല വെളിച്ചതായിട്ട് നമുക്ക് കാണാൻ സാധിക്കില്ല. അതിൽ ഈ ഒരു ഡോർ പാൻ്റെ ഡിസൈനിലും നമുക്കവിടെ കാണാൻ സാധിക്കും. നേരെ ബാക്ക് പ്രസ് ചെയ്താൽ ആപ്ലിക്കേഷൻ, അതുപോലെ ക്ലൈമറ്റ് മോഡ്, ഡ്രൈ മോഡ്സ്, ഇത് അഡാസ് ഫീച്ചേഴ്സിന് കൊടുക്കുന്നുണ്ട്. ഡ്രൈ മോഡ്സ് എടുത്ത് നോക്കുകയാണെങ്കിൽ സിപ്പ്, സാപ്പ്, സൂം, കസ്റ്റം എന്നീ 3 ഡ്രൈ മോഡ്സാണ് കൊടുത്തിട്ടുള്ളത്. കസ്റ്റമൈസ് ചെയ്യാൻ സാധിക്കും. ബാക്ക് ടു സറൗണ്ട് വ്യൂ ക്യാമറ, 360 ഡിഗ്രി ക്യാമറ വിഷ്വലും കണ്ടുകൊണ്ടിരിക്കുന്നത്. അത്യാവശ്യം ക്വാളിറ്റി ഉണ്ട്. കാരണം എനിക്ക് ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് പെട്ടെന്ന് യൂസ്ഫുൾ ആയ കാര്യമാണ് ഈ ഒരു ക്യാമറയുടെ ക്വാളിറ്റി. ബോഡി കളറുടെ അല്ല, വേറൊരു കളേഴ്സ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഫ്രണ്ടിൽ വിഷ്വല്, ബാക്ക്, സൈഡ് പ്രൊഫൈൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. പിന്നെ ഇത് 360. സോ എനിക്കിതിൽ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട ഫീച്ചർ ഇതിൽ ഈ ഒരു ഓഡിയോ സെറ്റിങ്സ്, ഹർമൻ കാറിലെ ഈ ഒരു സിസ്റ്റമാണ്. ഇതിൽ നമുക്ക് ഒരുപാട് മോഡ് വരുന്നുണ്ട്. കണ്ടോ, എനിക്ക് പറയാനുള്ള മെയിൻ റീസൺ എന്താ വെച്ചാൽ നമുക്കിതിൻ്റെ ഒരു ക്വാളിറ്റി നമുക്ക് ഫീൽ ചെയ്യും. കാരണം ഇത് റോയൽ ഒപ്പേറ ഹൗസ് മുംബൈ, അതുപോലെ സ്റ്റേഡിയം, അത് നമുക്കൊരു ഉള്ളിൽ ഇങ്ങനെ ഒരു എഫക്റ്റീവ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഹർമൻ കാറിൻ്റെ 16 സ്പീക്കേഴ്സ് അതിൽ കൊടുത്തിട്ടുള്ളത്. അതുപോലെ ഡോൾമി അറ്റ്മോസിൻ്റെ എല്ലാ സിസ്റ്റം ഇതിൽ കൊടുത്തിട്ടുണ്ട്. അത്യാവശ്യം നല്ല ഔട്ട്പുട്ട് നമുക്ക് ലഭിക്കും. അത് പ്ലേ ചെയ്യാൻ കാരണം എന്താ വെച്ചാൽ അതിൻ്റെ ഒരു എക്കോ നമുക്ക് മനസ്സിലാക്കും. നമ്മൾ എവിടെ സ്റ്റേഡിയിൽ തിരിക്കുകയാണെങ്കിൽ അതിൻ്റെ ഒരു ക്ലാപ്പിൻ്റെ സൗണ്ടും ആ എക്കോ നമുക്ക് കറക്റ്റ് ഫീൽ ചെയ്യും. ആ രീതിയിൽ ആ സൗണ്ടിൻ്റെ ഒരു സോങ്ങിൻ്റെ ഒരു ഔട്ട്പുട്ടും നമുക്ക് ലഭിക്കും. എനിക്ക് പേഴ്സണലി ഭയങ്കര ഇഷ്ടപ്പെട്ടു. നമുക്ക് വീഡിയോയിൽ എത്ര എഫക്റ്റീവ് ആവുമെന്ന് മനസ്സിലാവില്ല, ശരിക്കും ഇതിൽ എക്സ്പീരിയൻസ് ചെയ്യേണ്ട കാര്യമാണ് ആ ഒരു ഫീച്ചർ. അതുപോലെ നേരെ താഴെ AC കൺട്രോൾസ് കൊടുത്തിട്ടുണ്ട്. അല്ലെ AC കൺട്രോൾസും അതുപോലെ തന്നെ കുറച്ച് കൺട്രോൾസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. 360 ഡിഗ്രി ക്യാമറ, ഡ്രൈ മോഡ്സ്, ഹസാർഡ് ലാമ്പിൻ്റെ ബട്ടൺസ് നമുക്കവിടെ കാണാൻ സാധിക്കും. ഇത് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഓപ്പൺ ആവും. വയർലെസ് ചാർജിങ് പാഡ് 2 കൊടുത്തിട്ടുണ്ട്. അതിലൊരു C പോർട്ടും ഒരു USB പോർട്ടും കൊടുത്തിട്ടുണ്ട്. 5 സ്പീഡ് മാനുവൽ ഗിയർ ബോക്സ് കാണാൻ സാധിക്കും. ഇലക്ട്രോണിക് പാർക്കിംഗ് ബ്രേക്ക്, ഓട്ടോ ഹോൾഡ്, പിന്നെ നമ്മുടെ മഹീന്ദ്ര ഐക്കോണിക് ആയിട്ടുള്ള റോട്ടറി സ്വിച്ചും നമുക്കവിടെ കാണാൻ സാധിക്കും. 2 കപ്പ് ഹോൾഡേഴ്സും ഇവിടെ കൊടുത്തിട്ടുണ്ട്. നേരത്തെ പറഞ്ഞ കീ ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഇവിടെ സ്റ്റോറേജ് സ്പേസും നമുക്ക് ഇവിടെ കൊടുത്തിട്ടുണ്ട്. കൂളബിളായ സിസ്റ്റമാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അല്ലെ അത്യാവശ്യം നല്ല പേപ്പേഴ്സ് കാരണം കിട്ടിയ ഗ്ലോ ബോക്സും കൊടുത്തിട്ടുണ്ട്. ഓട്ടോ ഡിമ്മിയായ റിയർ മിറേഴ്സ്, സൺഗ്ലാസ് ഹോൾഡർ, പാസഞ്ചറിൽ മിറർ ഒന്നുമില്ല, പാസഞ്ചറിൽ മിറർ വിത്ത് ലാമ്പാണ് കൊടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ റീഡിങ് ലാമ്പ് കാണാൻ സാധിക്കും. ഒരു പാനോറമിക് സൺ റൂഫ്, ശരിക്കും ഒരു ഫാമിലിക്കാണെങ്കിലും ഇപ്പോൾ നമ്മൾക്കായാലും കൂടുതൽ ഇഷ്ടപ്പെടുന്ന ഒരു ഫീച്ചറാണ് ഈ ഒരു സൺ റൂഫ് എന്ന് പറയാം. അത്യാവശ്യം നല്ലൊരു വൈഡായിട്ട് ഓപ്പൺ ചെയ്യുന്ന ഒരു സൺ റൂഫാണ് ഈ ഒരു XUV കൊടുത്തിട്ടുള്ളത്. എനിക്ക് പേഴ്സണലി ഭയങ്കര ഇഷ്ടപ്പെട്ടു ആ ഒരു സൺ റൂഫ്. നേരിട്ട് ക്ലോസ് ചെയ്തേക്കാം. അപ്പോൾ ഇതാണ് ഓവറോൾ ഇതിൻ്റെ ഒരു സൺ റൂഫിൻ്റെ വ്യൂ എന്നുള്ളത്. ജസ്റ്റ് ലോങ് പ്രസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഷെയ്ഡും നമുക്ക് ക്ലോസ് ചെയ്യാൻ സാധിക്കും. ഇനി നമുക്ക് സെക്കൻഡ് റോനെ കുറിച്ച് പറയാം. സോ ഇനി സെക്കൻഡ് റോട്ട് വരികയാണെങ്കിൽ ഡോർ പേഡും ഡുവൽ ടോൺ കളറുള്ള ഡോർ പേഡ് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. പർവിൻ്റെ കൺട്രോൾസ്, അതുപോലെ തന്നെ ഡോർ ലോക്ക് കണക്കും ഹർമകാർഡും മ്യൂസിക് സിസ്റ്റം നമുക്കവിടെ കാണാൻ സാധിക്കും. പിന്നെ ഇതിൽ സെക്കൻഡ് റോയിലും വെന്റിലേറ്റഡ് സീറ്റ് ആട്ടോ. ഫ്രണ്ടിലും ബാക്കിലും വെന്റിലേറ്റഡ് സീറ്റ്സ് ആണ് പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. അതിന് ബെസ്റ്റ് ലൈക്ക് കൊടുക്കാൻ സാധിക്കും ആ ഒരു ഫീച്ചറിന്. XUV മെയിൻ ഹൈലൈറ്റ് സെക്കൻഡ് റോയിൽ അതിൻ്റെ ഒരു ലെഗ് റൂമാണ്. അത്യാവശ്യം വലിയ ലെഗ് റൂമാണ് കൊടുത്തിട്ടുള്ളത്. അതിൽ നമുക്ക് ഫയൽ പോക്കറ്റ് കാണാൻ സാധിക്കും. ഒരു USB പോർട്ട്, 65 വാൾട്ടിൻ്റെ USB പോർട്ടാണ് കൊടുത്തിട്ടുള്ളത്. ഇനി ഫീച്ചേഴ്സ് നോക്കുകയാണെങ്കിൽ AC വെൻ്റുകൾ കാണാൻ സാധിക്കും. ഒരു വയർലെസ് ചാർജിങ് പാഡ് ബാക്കിൽ കൊടുത്തിട്ടുണ്ട്.
ഇവിടെയും നമുക്ക് 65 വാൾട്ടിൻ്റെ ഒരു ചാർജിങ് സോക്കറ്റ് കാണാൻ സാധിക്കും. പിന്നെ ബോസ് സീറ്റൊക്കെ കൊടുത്തില്ലേ, നമുക്ക് ഇവിടെ ഇരുന്നിട്ട് നമുക്കത് കൺട്രോൾ ചെയ്യാൻ സാധിക്കും. ഈ ഒരു സീറ്റ് ഹാൻഡ് റെസ്റ്റ്, അതിലുണ്ട് കപ്പ് ഹോൾഡേഴ്സും കൊടുത്തിട്ടുണ്ട്. അതുപോലെ സൺറൂഫ് ബാക്ക് വരെ ഉള്ളതുകൊണ്ട് നല്ലൊരു ചിൽ മൂഡിൽ നമുക്ക് യാത്ര ചെയ്യാൻ സാധിക്കും ഈ ഒരു സൺറൂഫിനെ കുറിച്ച് പറയുന്ന സമയത്ത്. സോ ഇനി തേർഡിലോട്ട് കയറുകയാണെങ്കിൽ ജസ്റ്റ് കാണിച്ചു തരാം. 1 ടച്ചിൽ നമുക്കിത് റിക്ലൈൻ ചെയ്ത് തരും. എടാ കയറടാ എന്ന് പറഞ്ഞാൽ നമുക്കിത് ഓപ്പൺ ചെയ്ത് തരും. ആ ഒരു ഫീലാണ് എനിക്ക് ലഭിക്കുന്നത്. നേരെ കയറിക്കഴിഞ്ഞാൽ ജസ്റ്റ് കാണിച്ചു തരാം. കൂടുതലും കുട്ടികൾക്ക് വേണ്ടിയിട്ട് മാത്രം പ്രൊവൈഡ് ചെയ്യുന്നൊരു കാര്യമാണ് തേർഡ് റോ. കുഴപ്പമില്ല, അഡ്ജസ്റ്റ് ചെയ്യാം. കണ്ടോ, ഹെഡ് റൂം ആയാലും എനിക്ക് കുറവാണ്, ലെഗ് റൂമും കുറവാണ്. തൈ സപ്പോർട്ട് അത്യാവശ്യം എക്സ്റ്റെൻഡ് ചെയ്ത് നിൽക്കുന്നുണ്ട്. അത് ഓക്കെ എന്ന് പറയാം. അത്രയ്ക്ക് റെക്കമെൻഡ് ചെയ്യുന്നില്ല കൂടുതലും ഈ ഒരു തേർഡ് റോ. നേരത്തെ പറഞ്ഞ AC വെൻ്റെല്ലാം കൊടുത്തിട്ടുണ്ട്. കൺട്രോളിങ് യൂണിറ്റും കാണാൻ സാധിക്കും. 2 വാട്ടിന് ചാർജിങ് സോക്കറ്റും ഇവിടെ കൊടുത്തിട്ടുണ്ട്. സ്പീക്കർ യൂണിറ്റും ഒരു ഹുക്കും കൊടുത്തിട്ടുണ്ട്. എന്തെങ്കിലും കെട്ടി വെക്കേണ്ട ഹുക്കും നമുക്കവിടെ കാണാൻ സാധിക്കും. ഫസ്റ്റ് ഓഫ് ഓൾ പറയുന്ന പോലെ 7 സീറ്ററും 6 സീറ്ററായിട്ടും ഈ ഒരു വാഹനം അവൈലബിൾ ആണ്. 6 സീറ്റർ ആണെങ്കിൽ നമുക്ക് ഒരു സീറ്റ് ഇവിടെ മിസ്സാവും. ഒരു ക്യാപ് സീറ്റ് പോലെ നമുക്ക് 2 സീറ്റ് ആയിരിക്കും സെക്കൻഡ് റോയിൽ വരിക. ഇതിൻ്റെ സസ്പെൻഷനെ കുറിച്ച് പറയുന്ന സമയത്ത് വേൾഡിൽ തന്നെ ആദ്യമായിട്ട് യൂസ് ചെയ്ത ടെക്നോളജിയാണ് ഈ ഒരു XUV 7XO ഒക്കെ വന്നിട്ടുള്ളത്. ഡാവിഞ്ചി സെറ്റപ്പുള്ള ഒരു ടെക്നോളജിയാണ് ഇതിൽ യൂസ് ചെയ്തിട്ടുള്ളത്. വേൾഡിൽ തന്നെ ഫസ്റ്റ് ടൈമാണ് മഹീന്ദ്ര ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് ഈ ഒരു ടെക്നോളജി. അതിനൊരു ബെസ്റ്റ് ലൈക്ക് കൊടുക്കാൻ സാധിക്കും. ശരിക്കും ഓൺ റോഡ് നമുക്ക് അത്യാവശ്യം കംഫർട്ട് ലഭിക്കുന്ന രീതിയിലാണ് നമുക്ക് ഇതിനൊരു സസ്പെൻഷൻ വന്നിട്ടുള്ളത്. അതുപോലെ തന്നെ നമുക്ക് ഹുഡ് ഓപ്പൺ ആണ്, ബോണറ്റ് ഓപ്പൺ കഴിഞ്ഞാൽ ഹുഡ് ഓപ്പൺ കഴിഞ്ഞാൽ നേരെ നമുക്ക് ഒരു ഹസാർഡ് ലാമ്പ് ഓണായി വരും. ശരിക്കും ഒരു സേഫ്റ്റി ഫീച്ചർ നമുക്ക് എടുത്തു പറയാൻ സാധിക്കും ആ ഒരു ഫീച്ചർ. അതുപോലെ തന്നെ എഞ്ചിനെ കുറിച്ച് പറയുകയാണെങ്കിൽ 2 രീതിയിൽ എഞ്ചിൻ അവൈലബിൾ ആണ്. ഒരു ഡീസൽ എഞ്ചിനും ഒരു പെട്രോൾ എഞ്ചിനും. അപ്പോൾ ഇത് പെട്രോൾ എഞ്ചിനിൽ വന്നുള്ളത് 2 ലിറ്റർ ഏകദേശം 200 bhp പവറും 380 ന്യൂട്ടൺ ടോർക്കും ഒരു വാഹനം പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അതുപോലെ ഡീസലോട്ട് പോകുകയാണെങ്കിൽ 2.2 ലിറ്ററാണ് എഞ്ചിൻ വരുന്നത്. സോ ഇതാണ് പെട്രോൾ എഞ്ചിൻ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നമുക്കിവിടെ ഇൻസുലേഷൻ കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട്. ഫുള്ളൊരു പാക്കഡ് എഞ്ചിനാണ് ഈ 7XO വന്നുള്ളത്. സോ ഗായ്സ്, അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ മഹീന്ദ്ര XUV 7XOൻ്റെ വിശേഷങ്ങൾ എന്ന് പറയുന്നത്. പേഴ്സണലി എനിക്കൊരു വെഹിക്കിൾ ഒരുപാട് ഇഷ്ടപ്പെട്ടു. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്ത് പറയാം. അതുപോലെ തന്നെ നിങ്ങളൊരു മഹീന്ദ്ര യൂസർ അല്ലെങ്കിൽ ഒരു മഹീന്ദ്ര XUV യൂസർ ആണെങ്കിൽ നിങ്ങളെ യൂസർ റിവ്യൂ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്ത് പറയാം. സോ എനിവേ ഫുൾ ഡീറ്റെയിൽസിന് താഴെ നമ്പർ കൊടുത്തിട്ട് അവരെ കോൺടാക്ട് ചെയ്യാം. അപ്പോൾ അടുത്ത ചെറിയൊരു ബ്രേക്ക്.